പാബ്ലോ പിക്കാസോയുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് എ ഫേമസ് പെയിന്റിംഗ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ലേ ഡെമോസൽ ഡാവിഗ്നോൺ, അതായത് ദ യങ് ലേഡീസ് ഓഫ് അവignon എന്നാണ് ഈ പെയിന്റിങ്ങിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ. ലേ ഡിമോസൽ ഡാവിഗ്നോൺ എന്നുള്ളതാണ് ഇതിന്റെ ഒറിജിനൽ ടൈറ്റിൽ. ഓക്കെ, അതിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ ആണ്, ട്രാൻസ്ലേഷൻ ആണ് ദ യങ് ലേഡീസ് ഓഫ് അവignon. പാബ്ലോ പിക്കാസോയുടെ ഒരു റെവല്യൂഷണറി മാസ്റ്റർ പീസ് ഐറ്റമാണ് നമുക്ക് മുമ്പിലുള്ള ഈ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത്. സോ മോഡേൺ ആർട്ടിന്റെ ഒരു വേറൊരു ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ മോഡേൺ ആർട്ട് ആണ്, അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റിക് പഴയ കൺവെൻഷണൽ റൂൾസിനെ എല്ലാം ഷാറ്റർ ചെയ്തുകൊണ്ട് അദ്ദേഹം മോഡേൺ ആർട്ടിന് ഗിവ് ബർത്ത് ചെയ്ത ഒരു പെയിന്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ള ദ യങ് ലേഡീസ് ഓഫ് അവignon. സോ അബൌട്ട് ദി ആർട്ടിസ്റ്റ് പാബ്ലോ റൂയിസ് പിക്കാസോ, അദ്ദേഹം സ്പെയിനിലാണ് ജനിച്ചത്. മരിച്ചത് ഫ്രാൻസിൽ 1973-ലാണ്. പെയിന്റർ ആയിരുന്നു, സ്കൾപ്ചർ ആയിരുന്നു, പെയിന്റ് മേക്കർ ആയിരുന്നു, സെറാമിസിസ്റ്റ് ആയിരുന്നു, സ്റ്റേജ് ഡിസൈനർ ആയിരുന്നു, ആൻഡ് ഓൾസോ ഹി വാസ് എ പോയിറ്റ്. അദ്ദേഹത്തിന്റെ ആർട്ട്, അതായത് അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ട് മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ അദ്ദേഹം ക്യൂബിസം എന്നുള്ള ആർട്ട് മൂവ്മെന്റിന്റെ കോ ഫൗണ്ടർ ആയിരുന്നു. ക്യൂബിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് എന്താ പറയാ കാണിക്കുന്നു, അതാണ് ക്യൂബിസം എന്ന് പറയുന്നത്. മോഡേൺ ആർട്ടിന്റെ പൈനിയർ കൂടിയായിരുന്നു ഇദ്ദേഹം, ആൻഡ് ഓൾസോ സെറിയലിസം അല്ലെങ്കിൽ എക്സ്പ്രഷനിസം പോലുള്ള ആർട്ട് മൂവ്മെന്റ്സിൽ മേജർ ഫിഗർ കൂടിയായിരുന്നു. സോ ഈ ഒരു പെയിന്റിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. ദി യങ് ലേഡീസ് ഓഫ് അവignon എന്നാണ് പറയുന്നത്. അത് ബാർസലോണ എന്നുള്ള സ്ട്രീറ്റിലുള്ള മോസ്റ്റ് ഫേമസ് ബ്രോതലിലുള്ള കുറച്ച് സ്ത്രീകളെയാണ് അദ്ദേഹം വരച്ചത്. ഐ മീൻ അതുപോലൊരു മോഡൽ ചെയ്തിട്ടാണ് അദ്ദേഹം വരച്ചത്. 1907-ലാണ് വരച്ചത്. ഓയിൽ ക്യാൻവാസ് ആയിരുന്നു. അതിപ്പോ ഉള്ളത് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ന്യൂയോർക്കിലാണ്. ഓക്കെ, സോ ഈ പെയിന്റിംഗ് എന്ന് പറയുന്നത് ക്യൂബിസം എന്നുള്ള ഒരു ആർട്ട് മൂവ്മെന്റിന്റെ ബർത്തിനെ മാർക്ക് ചെയ്യുന്ന ഒരു പെയിന്റിംഗ് ആയിരുന്നു. ക്യൂബിസം എന്ന് വെച്ചാൽ പിക്കാസോ ജോർജ് ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ, ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ കോ ഫൗണ്ട് ചെയ്ത ഒരു മൂവ്മെന്റ് ആണ് ക്യൂബിസം. ക്യൂബിസം എന്ന് വെച്ചാൽ ഒരു ആർട്ട് സ്റ്റൈലാണ്. ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ആ പീപ്പിളിനെ മൾട്ടിപ്പിൾ ആംഗിൾസിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമാതിരി ജോമെട്രിക് ഷേപ്സ് പോലെ കാണിക്കുന്നു. ഈ ആഫ്രിക്കൻ അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു എന്താ പറയാ ആഫ്രിക്കൻ ട്രൈബൽ മാസ്ക് അല്ലെങ്കിൽ ഐബീരിയൻ സ്കൾപ്ചേഴ്സ് എന്ന് വെച്ചാൽ സ്പെയിനിലെയും പോർച്ചുഗലിലെയും ഒക്കെ ഉള്ള ഒരു ഏൻഷ്യന്റ് ആർട്ട് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജോമെട്രിക് ആയിട്ടുള്ള ഫിഗേഴ്സും ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു ഇദ്ദേഹത്തിനെ. അത് ഇനിഷ്യലി ജോമെട്രിക്കൽ ഫിഗേഴ്സിലൊക്കെ ആളുകളെ വരയ്ക്കുക എന്നുള്ളതൊക്കെ വളരെ ഷോക്കിംഗ് ആയിരുന്നു ടു ദി ഓഡിയൻസ്. പക്ഷെ ആൻഡ് ഓൾസോ വെരി ഇമ്മോറൽ ആയിട്ടും കൺസിഡർ ചെയ്തു. ബിക്കോസ് ഹ്യൂമൻ ബീങ്സിനെ ജോമെട്രിക്കൽ ഷേപ്പുമായിട്ടൊക്കെ വരയ്ക്കുക എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആൻഡ് ഇമ്മോറൽ ആയിട്ട് ആളുകൾക്ക് തോന്നി. പക്ഷെ ദിസ് വാസ് എ റാഡിക്കൽ സ്റ്റൈൽ ആയിരുന്നു. ആൻഡ് ദിസ് പെയിന്റിംഗ് വാസ് വെരി കോൺട്രവേഴ്ഷ്യൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഡെപ്പിക്ഷൻ ഓഫ് ന്യൂഡ് വുമൺ. ആൻഡ് ഈ 5 ഫിഗേഴ്സ് 5 സ്ത്രീകളെയാണ് വരച്ചേക്കുന്നത് അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ള ആ ഫിഗർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിഗേഴ്സ് എന്ന് പറയുന്ന 2 സ്ത്രീകളുടെ ഫിഗേഴ്സ് ഐബീരിയൻ ഇൻഫ്ലുവൻസിനെയാണ് കാണിക്കുന്നത്. സ്പാനിഷ് ഇൻഫ്ലുവൻസിനെയാണ് കാണിക്കുന്നത്. 2 വിമൻ ഓൺ ദ ലെഫ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് മോർ നാച്ചുറൽ ഫേസസ് ഉണ്ട്. അത് ഐബീരിയൻ സ്കൾപ്ചേഴ്സിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്തതാണ്. ഐബീരിയൻ സ്കൾപ്ചേഴ്സ് എന്ന് വെച്ചാൽ സ്പെയിൻ ആൻഡ് പോർച്ചുഗലിലുള്ള ഈ കാർവ്ഡ് ഫിഗേഴ്സ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം 2 സ്ത്രീകളെ ലെഫ്റ്റ് സൈഡിലുള്ളവരെ വരച്ചേക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള 3 പേരെന്ന് പറയുന്നത് ആഫ്രിക്കൻ മാസ്ക് ഇട്ടേക്കുന്ന പോലെയാണ് തോന്നുന്നത്. അവരുടെ ഫേസസ് ആഫ്രിക്കൻ മാസ്ക് പോലെയാണ് തോന്നുന്നത്. അത് ഈ പിക്കാസോയ്ക്ക് ആഫ്രിക്കൻ ആർട്ടിനോട് വളരെയധികം ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മാസ്ക് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ, ഡേഞ്ചർ ആൻഡ് മിസ്റ്ററി ആണ്. അങ്ങനെ 5 ന്യൂഡ് ഫീമെയിൽ ഫിഗേഴ്സിനെയാണ് വരച്ചിരിക്കുന്നത്. വളരെ ഷാർപ്പായിട്ട് ഒരു ആംഗുലാർ രീതിയിൽ, ഡിസ്റ്റോർട്ടഡ് ആയിട്ട്, മാസ്ക് ലൈക്ക് എന്നുള്ള രീതിയിൽ കുറച്ച് കംപ്രസ്ഡ് സ്പേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയ ഡെപ്ത് ഒന്നുമില്ല. അപ്പൊ ഈ ഒരു ഇത് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ന്യൂയോർക്കിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 5 ന്യൂഡ് ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു. ബ്രോതലിലുള്ള 5 പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് ബാർസലോണിയ സ്ട്രീറ്റ്, സ്പെയിനിലുള്ള ബാർസലോണ എന്നുള്ള സ്ട്രീറ്റില് ഒരു ബ്രോതലുള്ള 5 ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയാണ് ഇദ്ദേഹം വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് കൺവെൻഷനലി ഫെമിനൈൻ ആയിട്ടുള്ള രീതിയിലല്ലല്ലോ വരച്ചേക്കുന്നത്. കുറച്ച് ബോഡി ഷേപ്പ്, അതായത് ബോഡി ഷേപ്പിനെ വളരെ ഡിസ്ജോയിന്റഡ് ആയിട്ടും ഒരു ജോമെട്രിക്കൽ ഷേപ്പ് പോലെയും ആംഗിൾസ് അവിടെ ഇവിടെ വളഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു റെവല്യൂഷണറി കോമ്പോസിഷൻ ആണ്. ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും മെർജ് ചെയ്യുന്ന പോലെയാണ്. ഈ സ്ത്രീകളുടെ ഫേസ്, അതായത് ഈ സ്ത്രീകളുടെ ഗെയ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഒരു കൈൻഡ് ഓഫ് ഭയങ്കര ഷാർപ്പ് ആയിട്ടുള്ള ഗെയ്സ് ആണ് ഈ ഒരു സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. വളരെ ട്വിസ്റ്റഡ് ബോഡീസും ഷാർപ്പ് എഡ്ജസും എല്ലാം ആയിട്ടാണ്. ആ സോഫ്റ്റ്നെസ് ഒന്നും ഇല്ല, അതിനെ എല്ലാം റിജക്ട് ചെയ്തിട്ടാണ് ഇദ്ദേഹം വരച്ചിട്ടുള്ളത്. പിന്നെ ജോമെട്രിക് പ്ലെയിൻസ് പോലാണ് വരച്ചിരിക്കുന്നത്. ഡിഫറെന്റ് ആംഗിൾസിൽ സൈമൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സ് തരുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്.
ഇനി സിമ്പിൾസ് ആൻഡ് മീനിങ്സ് നോക്കാം. ഇതിനകത്ത് മാസ്ക് ധരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന 3 വിമൻ, ആ ഒരു ഇമേജസ്, ആ ഒരു 3 ഫിഗറൻസ്. അപ്പൊ അത് ആഫ്രിക്കൻ ആർട്ടിനെ കാണിക്കുന്നു. പ്രൊട്ടക്ഷൻ, ഡേഞ്ചർ, സെക്ഷുവാലിറ്റി കാണിക്കുന്നു. ആൻഡ് ഓൾസോ ഫ്രാഗ്മെന്റഡ് ബോഡീസ് ആണ് അവർക്കുള്ളത്. അതായത് റിയാലിറ്റിയെ നമുക്ക് ഡിഫറെന്റ് ആംഗിൾസിൽ നിന്ന് വ്യൂ ചെയ്യാം. അതൊരു കൈൻഡ് ഓഫ് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ഡിസ്കണക്റ്റഡ് ആയിട്ട് വരച്ചേക്കുവാണ്. പിന്നെ ട്രഡീഷണൽ ബ്യൂട്ടിയൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം ഒരു കെയോട്ടിക് ആയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ഫ്രാക്ചേർഡ് വേൾഡിനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് ഈ ജോമെട്രിക് ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഈ സ്ത്രീകൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റെയർ ചെയ്യുവാണ് നമ്മുടെ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ കാണാൻ വരുന്ന ആളുകളെ. അതും മെയിൽ ഗേസിനെ ചലഞ്ച് ചെയ്യുവാണ്. മെയിൽ ഗേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആണുങ്ങള് സ്ത്രീകളെ പിന്നെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു. അതിനെതിരെ ഉള്ള ഒരു, അതായത് സെക്ഷുവലി ഗേസ് ചെയ്യുന്നു. അതിനെതിരെ ആയിട്ടാണ് ഈ സ്ത്രീകളുടെ പെയിന്റിങ് ശരിക്കും പറഞ്ഞ ഓഡിയൻസിനെ അല്ലെങ്കിൽ നമ്മൾ കാണാൻ വരുന്ന വ്യൂവേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റെയർ ചെയ്യുന്ന കണക്ക് അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന കണക്കാണ് നമുക്ക് തോന്നുന്നത്. മേജർ തീംസ് എന്ന് പറയുന്ന റിബലിയൻ അഗെയിൻസ്റ്റ് ട്രഡീഷൻ ഉണ്ട്. അതായത് ഈ ഐഡിയലൈസ്ഡ് ബ്യൂട്ടി എല്ലാം റിജക്ട് ചെയ്ത് ട്രൂത്ത് കാണിക്കുക, അതിനെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി കാണിക്കുക. അത് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഫീമെയിൽ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഫീമെയിൽ പവറിനെ സെലിബ്രേറ്റ് ചെയ്യുവാണ് ഇദ്ദേഹം, ആ ഒരു അഗ്രഷനെ. ബോത്ത് സിഡക്റ്റീവ് ആയിട്ടും തോന്നുന്നുണ്ട്, പക്ഷെ കുറച്ച് ത്രെട്ടനിങ് ആയിട്ടും തോന്നുന്നുണ്ട്. അപ്പൊ പവർഫുൾ ആയിട്ടാണ് ഈ സ്ത്രീ ഇമേജസിനെ ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദേ ആർ ഓൾ നോട്ട് പാസീവ് ആയിട്ടുള്ള ഒരു ഫിഗറൻസ് അല്ല. പിന്നെ ഇത് ക്യൂബിസത്തിന് ഫൗണ്ടേഷൻ കൊടുത്തതാണ്. അതായത് ഒബ്ജക്ട്സും ഫിഗേഴ്സും ഒക്കെ മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സിൽ ജോമെട്രിക്കൽ ഷേപ്സിൽ വരച്ചേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിക്കാസോയുടെ ഈ ആഫ്രിക്കൻ മാസ്ക് എന്ന് പറയുന്നത് ഈ പ്രിമിറ്റീവ് കൾച്ചറിനെ അല്ലെങ്കിൽ നോൺ വെസ്റ്റേൺ ആർട്ടിനോടുള്ള ആർട്ടിസ്റ്റുകളുടെ ഫാസിനേഷനെയാണ് കാണിക്കുന്നത്. പിന്നെ മറ്റൊരു കൾച്ചറിനെ സെലിബ്രേറ്റ് ചെയ്യാണ് ഇവിടെ. ആഫ്രിക്കൻ ആർട്ടിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ 20th സെഞ്ചുറിയിലുള്ള ആ ഒരു മോഡേൺ ലൈഫും അതിന്റെ ആൻസൈറ്റിയും എല്ലാം ആണ് നമുക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ലെഗസി ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണിത് മോഡേൺ ആർട്ടിൽ നോക്കുമ്പോൾ. പിന്നെന്താ പറയാ, പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണെങ്കിലും അനാട്ടമി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ബ്യൂട്ടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇതിനെയെല്ലാം പഴയ കൺവെൻഷൻസിലെല്ലാം ഷാറ്റർ ചെയ്തുകൊണ്ടുള്ളൊരു പെയിന്റിംഗ് ആണ്. മാത്രമല്ല ഫീമെയിൽ ന്യൂഡാണ്, അതൊരു ക്ലാസിക്കൽ സബ്ജക്റ്റ് ആണ് അല്ലെ. പവറിനെ കാണിക്കുന്നു, അഗ്രഷനെ കാണിക്കുന്നു. ഷാർപ്പായിട്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ആഫ്രിക്കൻ ഇൻസ്പയർഡ് മാസ്ക് ഉണ്ട്. ഒരു ടെൻഷൻ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പെയിന്റിംഗ്